Hi, good morning. Good morning. Okay. എല്ലാവരും കുറവാണല്ലോ, എന്ത് പറ്റി? കുറച്ചേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇടയ്ക്ക് കയറുന്നവരെന്ന് കയറട്ടെ. 5 പേരേ ഉള്ളൂ ആ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള കമ്പാരിസൺ ആയിരുന്നു അല്ലെ? ഡിഫറൻസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അതിനകത്ത് ഒരു 4 പോയിന്റ് വരെയാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ട്രെയിനിങ് എന്താണെന്നും ഡെവലപ്മെന്റ് എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് 4ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം കേട്ടോ. 5th പോയിന്റ് ഇതാണ്. ട്രെയിനിങ് refers to a process in which employees are educated and get a chance to develop skills, competency and learning as per the post duty requirements. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവിടെ പോയിന്റ് ആയിട്ട് എഴുതുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് ആണ് അല്ലെ? എഡ്യൂക്കേറ്റീവ് പ്രോസസ് എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഈ ഒരു എംപ്ലോയീസിന് അവർക്ക് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ആവശ്യമായിട്ട് വരുന്ന അവരുടെ സ്കില്ലും നോളജും അതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് ആണ് ഇത് ട്രെയിനിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ട്രെയിനിങ് refers to an education process അല്ലെ? ഓക്കെ, അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് refers to an information process അല്ലെ? അതൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. Development refers to an informative process which mainly helps in understanding about the overall growth and improvement of the skills of a person. അതായത് ഒരു എംപ്ലോയീസിന്റെ അവരുടെ ആ ഒരു സ്കിൽസും പിന്നെ അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തും അതെല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഫർമേറ്റീവ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് ആണ് അല്ലെ? അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ ഓവറോൾ ആയിട്ടുള്ള അവരുടെ ഗ്രൂപ്പിനും അതുപോലെ തന്നെ അവരുടെ സ്കിൽസിനും ഒക്കെ ആ സ്കിൽസ് ഒക്കെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ. 6th പോയിന്റ് ഇതാണ്. Mainly, training refers to learning new things and refreshing older ones. Development refers to implementing learned sessions and finding new ones. അല്ലെ? ശരിയാണ് അല്ലെ? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലെ? പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതുപോലെ നിലവിലുള്ള നമുക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? റിഫ്രഷ് ചെയ്യാണ് അല്ലെ? ഒന്ന് നമ്മൾ പുതുക്കുകയാണ്. ശരിയല്ലേ? ട്രെയിനിങ്ങിലൂടെ നമ്മൾ എന്താണ്? പുതിയ അറിവുകൾ നമ്മൾ നേടുകയാണ് അല്ലെ? ഇപ്പൊ ഒരു ജോബ് നമുക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് ആവശ്യമുണ്ട്, എന്തൊക്കെ നോളജ് നമുക്ക് വേണം, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ന്യൂ ലേണിംഗ് ആണ്. പുതിയ പുതിയ കാര്യങ്ങളാണ് അല്ലെ? അങ്ങനെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പഴയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാണ് അല്ലെ? അപ്ഡേറ്റ് ചെയ്യാണ്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് refers to implementing learned sessions and finding new ones അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താണ്. അതാണ് ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എന്താണ്? ഒരു വ്യക്തിത്വ വികാസമാണ് അല്ലെ? ഓക്കെ, ഒരു പേഴ്സണൽ ഗ്രോത്ത് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രയോഗിച്ചിട്ട് അല്ലെ? നമ്മുടെ പ്രാക്ടിക്കൽ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെ? പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, പഴയ കാര്യങ്ങൾ നമ്മൾ റിഫ്രഷ് ചെയ്യും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഓക്കെ, ഇതാണ് മറ്റൊരു വ്യത്യാസം. ഓക്കെ, അടുത്തത് എന്താണ്? ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ്
ഡെവലപ്മെന്റ് ഈസ് എ കാരിയർ ഓറിയന്റഡ് പ്രോസസ്. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ്. അതിന്റെ ഒരു ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട്. ഒരു സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ സ്കിൽസും നോളജും ഒക്കെ വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് എന്താണ്, അത് ആ ഒരു ജോലി ചെയ്യാനുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. മറ്റൊരു കാര്യം അതിനകത്ത് നടക്കുന്നില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് കൊടുക്കുന്നു, ഒരു ജോലി കൊടുക്കുന്നു. ആ ജോലി അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യാം. അത് മാത്രമാണ് ട്രെയിനിങ് ലക്ഷ്യമിടുന്നത്, അല്ലെ? അതേസമയം ഡെവലപ്മെന്റ് എന്താണ്, ഇറ്റ് ഈസ് എ കാരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്, അല്ലെ? കരിയർ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പേഴ്സണൽ ഗ്രോത്തും ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രോത്തും ഉണ്ട്, അല്ലെ? അതായത് പേഴ്സണൽ ഗ്രോത്തും പ്രൊഫഷണൽ ഗ്രോത്തും പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാനുള്ള കഴിവും അറിവും മാത്രമല്ല നമ്മൾ അവിടെ വികസിപ്പിക്കുന്നത്. പിന്നെ എന്താണ്, ഫ്യൂച്ചറിലേക്ക് അവരുടെ കുറേ കൂടെ കരിയർ ഓറിയന്റഡ് ആയിട്ട് ഭാവിയിൽ ഇനിയും അവർ ചെയ്യാൻ പോകുന്ന ജോലികളിൽ അവരെ പ്രാപ്തരാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിത്വ വികാസമാണ് നമ്മൾ ഡെവലപ്മെന്റിലൂടെ നേടിയത്. സോ അതെന്താണ്, അതൊരു കാരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഫ്യൂച്ചറിൽ ഈ ഒരു വ്യക്തി എന്തൊക്കെ ജോലികൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ജോലിയിലേക്ക് എത്തിപ്പെടാം, അതെല്ലാം തന്നെ ചെയ്യാൻ പ്രാപ്തി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? എട്ടാമത്തെ പോയിന്റ് ഇതാണ്. സോ സിംപിളി വി ക്യാൻ സേ ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് എൻ എംപ്ലോയി. Simply we can say development is a process of learning and growth. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ മാറ്റി മറിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിയുടെ സ്കില്ലും നോളജുമാണ് അതിലൂടെ നമ്മൾ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അതെന്താണ്, അത് തുടർച്ചയായിട്ടുള്ള പഠനത്തിന്റെയും വളർച്ചയുടെയും ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ്, 9ാമത്തെ പോയിന്റ് നോക്കിയേ. Training is performed in a aim of improving knowledge and skills that are needed to perform the existing jobs, and developments are performed in an aim of improving knowledge and skills to face the future challenges. കണ്ടോ, അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരെണ്ണം ജോബ് ഓറിയന്റഡ് ആണ്, മറ്റൊന്ന് കരിയർ ഓറിയന്റഡ് ആണ്, അല്ലെ? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ജോലി ചെയ്യാനുള്ള സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് അവർക്ക് ഫ്യൂച്ചറിൽ വരുന്ന പല ചാലഞ്ചസുകൾ ഫേസ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നോളജ് സ്കില്ലും എന്താണ് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്? പോയിന്റുകളൊക്കെ കിട്ടുന്നുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യില്ലേ ക്ലാസ്സില്? ഒരാൾ പോലും റെസ്പോണ്ട് ചെയ്യാനില്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ 10th പോയിന്റ് ഇതാണ്. ട്രെയിനിങ് ഹെൽപ്പ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇനി 10ാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. 10th പോയിന്റ് ഇതാണ്. ട്രെയിനിങ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ടു ലേൺ ഹൗ ടു പെർഫോം ഹിസ് ഓർ ഹെർ പ്രസന്റ് ജോബ് സാറ്റിസ്ഫാക്ടറിലി. Development prepares individuals for future jobs and growth in all aspects. സെയിം കാര്യം തന്നെയാണ് കേട്ടോ. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അവരുടെ നിലവിലുള്ള ജോലി അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിരിക്കുന്ന ജോലി ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട്, അല്ലെ, ഏറ്റവും സംതൃപ്തമാകുന്ന രീതിയിൽ ചെയ്യാനായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്, അല്ലെ? അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയെയും അത് സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എല്ലാ തരത്തിലുമുള്ള ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ എന്താണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ഫ്യൂച്ചർ ജോബ്സ് ആയാലും, അതുപോലെ അവരുടെ ലൈഫ് ആയിക്കോട്ടെ, അവരുടെ പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുകയാണ് ഡെവലപ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് 11ാമത്തെ പോയിന്റ് എന്താണ്? ട്രെയിനിങ് ഫോക്കസസ് ഓൺ ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഇറ്റ് ഹാസ് എ നാരോ സ്കോപ്പ്, ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസസ് ഓൺ കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് ആൻഡ് ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്, അല്ലെ? ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ
അതെന്താണ്, വളരെ നാരോ സ്കോപ്പ് മാത്രമേ അതിനുള്ളൂ അല്ലെ. ട്രെയിനിങ് ആകെ എന്തിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ടെക്നിക്കൽ സ്കില്ലുകളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലിനെ മാത്രമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ അവരുടെ ഒരു ഹ്യൂമൻ എന്താ പറയുക ഹ്യൂമൻ സ്കിൽസോ അല്ലെങ്കിൽ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് ഫോക്കസ് ചെയ്യുന്നില്ല. അതേസമയം ഡെവലപ്മെന്റ് നേരെ തിരിച്ചാണ് അല്ലെ. ഡെവലപ്മെന്റ് ഫോക്കസസ് ഓൺ കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ് ആൻഡ് ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ സ്കില്ലിനെ മാത്രമല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ ഹ്യൂമൻ സ്കിൽസും അവരുടെ ഇന്റർപേഴ്സണൽ സ്കിൽസും അങ്ങനെ എല്ലാ തരത്തിലും, അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അതിനെയെല്ലാം ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ് അല്ലെ. അതിന് വളരെയധികം വൈഡർ സ്കോപ്പ് ഉണ്ട്. ഇതുപോലെയല്ല ട്രെയിനിങ്ങിന് വളരെ നാരോ സ്കോപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെയല്ല, അതിന് ഒരുപാട് പരിധിയുണ്ട് അല്ലെ. ഓക്കെ, അടുത്തതാണ് 12ാമത്തെ പോയിന്റ്. ഇതാണ് ട്രെയിനിങ് റിവോൾവ്സ് അറൗണ്ട് ദി പ്രസന്റ് നീഡ്സ്, ഡെവലപ്മെന്റ് റിവോൾവ്സ് അറൗണ്ട് ദി ഫ്യൂച്ചർ അല്ലെ. അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിലവിലെ ആവശ്യങ്ങൾ എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നിലവിലുള്ള വളരെ എന്താ പറയാ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഗോൾ മാത്രമാണ് അല്ലെ. എന്നുവെച്ചാൽ ഒരു സ്പെസിഫിക് ടാസ്ക് കൊടുത്തെങ്കിൽ ആ ടാസ്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതിന് മാത്രമാണ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അവരെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് അവരുടെ ഗ്രോത്തിനെ എന്താണ് പ്രിപ്പയർ ചെയ്യുകയാണ് ഡെവലപ്മെന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 13ാമത്തെ പോയിന്റ് ഇതാണ് ട്രെയിനിങ് ഫോക്കസസ് ഓൺ ദ റോൾ ബൈ ഡെവലപ്മെന്റ് ഫോക്കസസ് ഓൺ ദ പേഴ്സൺ. ശരിയാണ് അല്ലെ. ട്രെയിനിങ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരു ജോബ് റോളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഒരു ഏതെങ്കിലും ഒരു ജോബ് റോള്, ചിലപ്പോൾ ഒരു CEO ആവാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആവാം, അല്ലെങ്കിൽ ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആവാം. എന്താണ് അവരുടെ ജോബ് റോള്, അതിനെയാണ് ട്രെയിനിങ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ജോലി ചെയ്യാൻ അവരെ എന്താണ് അവരുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ്, ഒരു പേഴ്സണെയാണ്. എന്ന് പറഞ്ഞാല് ആ ഒരു വ്യക്തിയുടെ സ്കില്ലും നോളജും അയാളുടെ ആ ഒരു പ്രൊഫഷണൽ ഗ്രോത്തും പേഴ്സണൽ ആയിട്ടുള്ള അയാളുടെ ഒരു ഇംപ്രൂവ്മെന്റും അതിനെല്ലാമാണ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങള്? അപ്പൊ ഒരുപാട് കമ്പാരിസൺ നമ്മൾ പറഞ്ഞു. ട്രെയിനിങ് ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫർമേറ്റീവ് പ്രോസസ് ആണ് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അതിൽ ഒരു വ്യക്തിത്വ വികാസമാണ് നടക്കുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ. വ്യക്തിത്വ വികാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ആസ്പെക്റ്റും ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലെ. ഒരു വ്യക്തിക്ക് അവരുടെ ഫ്യൂച്ചർ ചാലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള അവരുടെ സ്കില്ലും നോളജും കൂടെ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് പുറത്ത് വെക്കാം. അതുപോലെ ട്രെയിനിങ് കൂടുതലും ഒരു ജോബ് റോളിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് ഒരു പേഴ്സണെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് അല്ലെ. ട്രെയിനിങ്ങിന് വളരെ നാരോ സ്കോപ്പ് മാത്രമേ ഉള്ളൂ അല്ലെ. അതേസമയം ഡെവലപ്മെന്റിനാണെങ്കിലോ ഒരു വൈഡർ സ്കോപ്പ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. അപ്പൊ നമ്മള് 13 പോയിന്റുകളാണ് അവിടെ പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ട്രെയിനിങ് ഒരു റിയാക്റ്റീവ് പ്രോസസ് ആണ്, ഡെവലപ്മെന്റ് ഒരു പ്രോയാക്റ്റീവ് പ്രോസസ് ആണ് അല്ലെ. ട്രെയിനിങ് അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ് ആണ്. ഇൻഡിവിജ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലറിക്കൽ ഡ്യൂട്ടികളും മറ്റൊക്കെ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനാണ് കൂടുതലും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഡെവലപ്മെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇൻഡിവിജ്വൽസിന്റെ മാനേജറിയൽ ആൻഡ് സൂപ്പർവൈസറി റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഡെവലപ്മെന്റ് ആണ് വേണ്ടത് അല്ലെ. അവരെന്ന് പറഞ്ഞാൽ നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ അവരെ എല്ലാവരെയും മാനേജ് ചെയ്യുന്ന ഒരു റോളാണ് അങ്ങനെയുള്ള മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ് അവരൊക്കെ ചെയ്യുന്നത്. അവർക്ക് ആവശ്യം എന്താണ്, ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 13 പോയിന്റുകൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരുന്നോ? HRM ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും മേടിച്ചിരുന്നോ? ഓക്കെ, കിട്ടിയില്ലേ? PDF കോപ്പിയാണ്. എന്തായാലും മതി, കുഴപ്പമില്ല. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനും
ടെക്സ്റ്റ് വേണമല്ലോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. പ്രിന്റ് എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. വായിച്ചൊക്കെ നോക്കിയല്ലോ, എല്ലാ പോയിന്റ്സുകളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തോട്ട് നോക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഭയങ്കര തിയററ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കത് വായിക്കാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു ഐഡിയ തരാം. എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ശരിക്കും പറഞ്ഞാല് ഒരു വ്യക്തികൾക്ക് അവരുടെ സ്കില്ല്, അതുപോലെ തന്നെ അവരുടെ നോളജ്, പിന്നെ അവരുടെ ഇൻസൈറ്റ് എന്ന് വെച്ചാൽ അവരുടെ ഉൾക്കാഴ്ച, അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഒരു ജോലി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് നമ്മളൊരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ജോലി വളരെ ഫലപ്രദമായിട്ട് അത് എന്താണ് കൈകാര്യം ചെയ്യാനുള്ള ഒരു മനോഭാവം, അല്ലെ, ഒരു മൈൻഡ് സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്ന ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തികൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തികൾക്ക് അവരുടെ സ്കില്ല്, അവരുടെ അറിവുകള്, അതുപോലെ അവരുടെ സ്കില്ല് അല്ലെ അവരുടെ കഴിവുകള്, പിന്നെ അവരുടെ ഇൻസൈറ്റ്, അവരുടെ ഉൾക്കാഴ്ചകള്, അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡ്, ഓക്കെ, പിന്നെ അവർക്ക് ഒരു ജോലി ഏറ്റവും ഫലപ്രദമായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ജോലി എന്താണ് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു മനോഭാവം, അതെല്ലാം തന്നെ നേടാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഡെവലപ്മെന്റ് കൂടുതലും ആരാണ് ചെയ്യുന്നത്? അത് ഇൻഡിവിജ്വൽസിന്റെ മാനേജറിയൽ ആൻഡ് സൂപ്പർവൈസറി റോളുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഡെവലപ്മെന്റ് ആണ്. പിന്നീട് അവർക്ക് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും എന്താവശ്യമാണ്? അതിപ്പോ മാനേജറിയൽ റോളുകൾ മാത്രമല്ല കേട്ടോ, ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന ഒരാൾ ആരായിക്കഴിഞ്ഞാലും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തിയില് അവരുടെ ആ ഒരു കഴിവും, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അവരുടെ പെരുമാറ്റത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്ന ഒരു കാര്യം. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും അതുപോലെ അവരുടെ വികസനം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിലും ഒരു നല്ല മാറ്റങ്ങൾ എന്ന് പറയുന്നത് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, ചീത്ത മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലക്ഷ്യമിടുന്നത് ആ ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു വ്യക്തികൾക്കായാലും ഒരു ഓർഗനൈസേഷൻ ആയാലും അവരുടെ ആ ഒരു നിലവാരം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും എന്താവശ്യമാണ്? ഔപചാരികമായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കണം, പേഴ്സണൽ ഡെവലപ്മെന്റും അവിടെ ആവശ്യമാണ്. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾക്കിപ്പോ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു വ്യക്തിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ഫോർമൽ ട്രെയിനിങ് നമുക്ക് കൊടുക്കാം അല്ലെ. നമുക്ക് ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ കഴിവുകള്, അറിവുകള്, ആറ്റിറ്റ്യൂഡ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞത്. ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരാളുടെ സ്കില്ലും നോളജും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് കൂടെ നടക്കണം. അതായത് ഒരു വ്യക്തിക്ക് സ്വയം എന്ത് വേണം? സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് അവരും ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സാധ്യമാകുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികൾക്ക് അവരുടെ സ്കില്ലും നോളജും ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ, അതായത് ഒരു ജോലി ചെയ്യാനുള്ള അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നേടിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി
എന്തിന് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? ഈ പറയുന്ന വ്യക്തികളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവരുടെ പെരുമാറ്റത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടെ എന്തിനുണ്ട്? മാനേജ്മെന്റ് ഡെവലപ്മെന്റിനുണ്ട്. ഇനി അത് നേടിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? ഔപചാരികമായിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കണം. അത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് ഒരു വ്യക്തിയുടെ സ്കില്ലും നോളജും ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് മാത്രം തോന്നാറിയോ? ഇല്ല. പിന്നെ എന്തും കൂടെ വേണം? പേഴ്സണൽ ഡെവലപ്മെന്റ് കൂടെ ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിക്ക് സ്വയം വികസിക്കണം, അല്ലെ? നമുക്ക് തോന്നണം നമ്മൾക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവണം. നമ്മളും കൂടെ സ്വയം ചിന്തിക്കുമ്പോഴാണ് എന്ത് സാധ്യമാവുന്നുള്ളൂ? ആ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേരുമ്പോഴാണ് നമുക്ക് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതിന്റേതായ രീതിയിൽ ശരിയാവും, പൂർണ്ണമാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വായിക്കാം. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് by which individuals gain and apply knowledge, skills, insights and attitude to manage the work for organizations effectively. ആ ഒരു സെന്റൻസ് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതൊരു ഡെഫിനേഷൻ ആണ്. എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ആണ്, അല്ലെ? അതായത് ഒരു പേഴ്സണൽ ഗ്രോത്തിന്റെയും ഒരു ഫോർമൽ ട്രെയിനിങ്ങും ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ്? ഇൻഡിവിജ്വൽസ് ഗെയിൻ ആൻഡ് അപ്ലൈ ദ നോളജ്, skills and insight and attitude to manage work organization effectively. കണ്ടോ? ഇതിലൂടെ ഒരു വ്യക്തി തന്റെ സ്കില്ല്, തന്റെ നോളജ്, തന്റെ ഇൻസൈറ്റുകള്, അതുപോലെ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന ജോലികൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിനായിട്ടുള്ള അവരുടെ ഒരു മനോഭാവം, ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്ന ട്രെയിനിങ്ങും ഗ്രോത്തും എല്ലാം ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. എക്സിക്യൂട്ടീവ് ഓർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് is an uninterrupted process of learning and growth designed to bring behavioral change among the executives. It implies that there will be change in knowledge and behavior of the individuals undergoing the development program. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നത് എന്താണ്? ഒരു വ്യക്തിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. The individual will be able to perform better in present assignments and also increase his potential for the future assignments through the acquisition, understanding and use of new knowledge, insights and skills. അല്ലെ? അതായത് നമുക്കറിയാം, ഒരു വ്യക്തിക്ക് നമ്മളൊരു ഫോർമൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? അവർക്ക് നിലവിലുള്ള ജോലിയും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഭാവിയിൽ അവർ എത്തിപ്പെടുന്ന അതിന്റെ ഭാവിയിലുള്ള അവര് എന്തെങ്കിലുമൊക്കെ ജോലികളിലേക്ക് അവർ എത്തുമ്പോൾ അതെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ സഹായിക്കുന്നുണ്ട് അല്ലെ? ഈ പറയുന്ന ഫോർമൽ ട്രെയിനിങ്ങും ഒക്കെ വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ. The learning process involves the implication that there will be changed behavior on the part of the individuals given the sufficient training and education. കണ്ടോ? അപ്പൊ ഒരു വ്യക്തിക്ക് എന്ത് നമ്മൾ കൊടുക്കണം? ഫോർമൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ഒരു ഫോർമൽ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഫീഷ്യന്റ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാറ്റങ്ങള്, നല്ലൊരു ബിഹേവിയറൽ ചേഞ്ചസ് അവരിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. Managers develop not only by participating in formal courses of instruction drawn by the organization, but also through the actual job experience in the organization. ശരിയാണ്. അതായത് ഒരു മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ട്രെയിനിങ്ങിന് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണോ മാനേജേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, അവര് എന്തോ ചെയ്യുന്നത്? അവര് സ്വന്തമായിട്ട് അറിവുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരു ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്നും നേടുന്ന എക്സ്പീരിയൻസിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു സ്വയം ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അല്ലാണ്ട് ഫോർമൽ ട്രെയിനിങ് കൊണ്ട് മാത്രം ഒരു വ്യക്തിയിൽ ഒരിക്കലും ഡെവലപ്മെന്റ് സാധ്യമാവില്ല. അതിന് എന്തുകൂടെ വേണം? അതിന് ഓരോ ഇൻഡിവിജ്വൽസും റെസ്പോൺസിബിൾ ആണ്. അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് അവരുടെ കൂടെ എന്താണ്? റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ മാനേജേഴ്സിന് ആ ഒരു ഓർഗനൈസേഷൻ ട്രെയിനിങ് കൊണ്ട് മാത്രമൊന്നും അല്ല അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അവർ ആ ഒരു ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്നും അവർ നേടുന്ന എക്സ്പീരിയൻസിലൂടെയും പല കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അങ്ങനെ അവർ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നോക്കുക, ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ദ ഓർഗനൈസേഷൻ to establish the development opportunities for its managers and the potential managers. But an equal, perhaps more important counterpart to the effort of the organization are those of the individuals. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സാധിക്കണമെങ്കിൽ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്നുള്ള എഫർട്ടും ഉണ്ടായിരിക്കണം, ഒരു പേഴ്സണൽ എഫർട്ടും ഉണ്ടായിരിക്കണം. ഈ രണ്ട് എഫർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സാധ്യമാവുള്ളൂ, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സാധ്യമാവുള്ളൂ. ഒരു ഓർഗനൈസേഷന്റെ എഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എഫർട്ടാണ്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ എഫർട്ട് കൂടി ഇടുമ്പോഴാണ് ആ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതിൻ്റെതായ രീതിയിൽ ശരിയാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കുക, അടുത്ത പോയിന്റ് നോക്കിയത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ദ ഹോൾ പ്രോഗ്രാം ഓഫ് ദ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അൺപ്ലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് ഡെവലപ്മെന്റ്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ the individuals are responsible for their own growth and development. അല്ലെ, ഒരു ഇൻഡിവിജ്വൽസിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അവരും എന്താണ്, റെസ്പോൺസിബിൾ ആണ്. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ എഫർട്ട് മാത്രമല്ല അവിടെ വേണ്ടത്, ഒരു പേഴ്സണൽ എഫർട്ട് കൂടെ വരണം. ആ ഒരു പേഴ്സണൽ എഫർട്ടിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് സെൽഫ് ഡെവലപ്മെന്റ്. ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഓക്കെ, അത് സാധിക്കുന്ന, അത് നടക്കണം കേട്ടോ. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് the important assumption and concerns behind the management development are as follows. ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പുറകിലുള്ള ചില അസംഷൻസുകൾ, ചില കൺസേൺസുകളെ പറ്റിയിട്ടാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് അസംഷൻ മീൻസ് അതിനെ പറ്റിയുള്ള ചില കൺക്ലൂഷൻ, അനുമാനങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില എന്താ പറയാ കൺസേൺസ്, ദാറ്റ് മീൻസ് ആശങ്കകള് ഒക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോ ഓരോന്നും എന്താണെന്ന് നോക്കാം. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരിക്കണം, സെൽഫ് ഡെവലപ്മെന്റ് ആണ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കേട്ടോ. മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കേട്ടോ. അത് എപ്പോഴും ഉണ്ടായിരിക്കും, അത് എപ്പോഴും നിങ്ങൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. നോക്കാം, ഒന്നാമത്തെ കാര്യം എന്താ നോക്കിയേ, സം പേഴ്സണൽ വാരിയബിൾസ് like age, habit, level of motivation, state of mind, etc. that hinder the growth of an individual. അല്ലെ, അതായത് ചില പേഴ്സണൽ വാരിയബിൾസ്, ദാറ്റ് മീൻസ് പേഴ്സണൽ ഫാക്ടേഴ്സിന് ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവര് പറയുന്നത് ഹിൻഡർ ചെയ്യുന്നുണ്ടെന്നാണ്. ഹിൻഡർ ചെയ്യാന്ന് വെച്ചാൽ തടസ്സപ്പെടുത്താന്നുള്ള അർത്ഥമാണ്. തടസ്സപ്പെടുത്താന്നുള്ള വാക്കല്ല, പല പേഴ്സണൽ ഫാക്ടേഴ്സുകളും ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ സ്വാധീനിക്കുന്നുണ്ട്. അതിന് കുറച്ച് വാരിയബിൾസ് അവിടെ പറയുന്നത് ഏജ്, ഒരാളുടെ വയസ്സ്. നമ്മൾ പൊതുവെ വയസ്സ് പറയുന്നത് അവരുടെ ആ ഒരു വയസ്സ് നോക്കിയിട്ടാണ് നമ്മൾ ആ പൊതുവെ നമ്മളൊരു മെച്യൂരിറ്റി ലെവലൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ്, അവരുടെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ, ഇപ്പൊ വയസ്സ് കൂടുതൽ ആൾക്ക് മെച്യൂരിറ്റി ലെവൽ ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എങ്കിലും നമ്മൾ പൊതുവെ എന്താണ് പറയാ, ഒരു മെച്യൂരിറ്റി ലെവൽ പൊതുവെ നമ്മൾ ഏജ് വെച്ചിട്ടാണ് പറയാ അല്ലെ. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ്, അവരുടെ ആ ഒരു മെച്യൂരിറ്റി ലെവല്, അതുപോലെ തന്നെ ഹാബിറ്റ്. ചില ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റുകൾ ഉണ്ടാവാം, നെഗറ്റീവ് ആയിട്ടുള്ള ചില ശീലങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ വാരിയബിൾസ് ആണ്. എല്ലാവർക്കും ഒരുപോലെയല്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ലെവൽ ഓഫ് മോട്ടിവേഷൻ അല്ലെ, ആ മോട്ടിവേഷൻ ലെവൽ. ചില ആളുകള് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, മറ്റു ചിലർക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവില്ല. പുറത്തുനിന്ന് നമ്മളൊരു മോട്ടിവേഷൻ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊടുത്തെങ്കിൽ മാത്രമാണ് ചില ആളുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഓരോ ആളുകളുടെയും എന്താണ് മനോഭാവം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പല പേഴ്സണൽ ഫാക്ടേഴ്സുകളും ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാല് റെക്കഗ്നൈസ് ആൻഡ് അഡ്രസ് ദ ഡ്രോബാക്സ്. ഒരു വ്യക്തിക്ക് അവരുടെ ഡ്രോബാക്സ്, അവരുടെ പോരായ്മകളും അതുപോലെ തന്നെ എന്താണ് അവരുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യുക, അതിന് ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക, അഡ്രസ് ചെയ്യുക, അഭിമുഖീകരിക്കുക.
ഓക്കെ, ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു? നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മളിപ്പോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന ഡ്രോബാക്സ്? ഒരു വ്യക്തി അയാളുടെ ഡ്രോബാക്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന് ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഇത്തരം ഡ്രോബാക്സുകൾ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും? അതിനുമുണ്ട് ധാരാളം സൊല്യൂഷൻസ് അല്ലെ. എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് നോക്കിയേ? ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കൊളീഗ്സ്, അതുപോലെ മെൻഷനിങ് ദ ഷോർട്ട് കമിങ്സ് ആൻഡ് അപ്ലൈങ് സ്യൂട്ടബിൾ HRD ഇൻസ്ട്രുമെന്റ്സ് ടു ഓവർകം ദ ഡ്രോബാക്സ് ആർ എസെൻഷ്യലി റിക്വയർഡ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഫീഡ്ബാക്ക് കൊടുക്കുക. ഇപ്പൊ എംപ്ലോയീസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡ്രോബാക്സുകൾ ഉണ്ടെങ്കിൽ അവരത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്ങനെയൊക്കെ ആ ഡ്രോബാക്സിനെ നമുക്ക് അഡ്രസ് ചെയ്യാം? ഒന്ന്, അവർക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക. അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ പെർഫോമൻസിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കുറെ കൂടെ ബെറ്റർ ആക്കണോ, എന്താണോ എന്ന് വേണ്ടത് അത് കൃത്യമായിട്ട് അതിന്റെ പ്രോപ്പർ ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്? കൗൺസിലിംഗ് ടു ജൂനിയർ കൊളീഗ്സ് മെൻഷനിങ് ദ ഷോർട്ട് കമിങ്സ്, അവരുടെ പോരായ്മകളെ പരാമർശിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, ഗൈഡൻസുകൾ കൊടുക്കുക. അതോടൊപ്പം എന്താണ്? അപ്ലൈങ് സ്യൂട്ടബിൾ HRD ഇൻസ്ട്രുമെന്റ്. HRD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ട്രെയിനിങ്, കോച്ചിങ്, മെന്ററിങ്, ഗൈഡൻസ്, ലീഡർഷിപ്പ്, ഇതൊക്കെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഡ്രോബാക്കുകൾ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഇൻ അഡീഷൻ ടു ദ മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ്, there must be specific objectives and goals required to be achieved. അതായത് നമ്മൾക്ക് എന്ത് നേടിയെടുക്കാനുള്ള, എന്തെങ്കിലും മുമ്പ് ഒരു അച്ചീവ് ചെയ്യാനായിട്ടുള്ള, നമുക്ക് നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതാണ് മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് എത്തിപ്പെടണം. അതിനായിട്ട് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ മെത്തഡോളജി ഉദ്ദേശിക്കുന്നത്. അത് മാത്രം പോരാ, അതിന് പുറമെ എന്തുകൂടെ വേണം? there must be specific objectives and goals required to be achieved. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയിട്ടൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ആദ്യം നമുക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്ലാനും മെത്തഡോളജിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ടത്, എന്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ആണ് നമുക്ക് നേടേണ്ടത്, അതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്തായിരിക്കണം? നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ. നാലാമത്തെ പോയിന്റ് എന്താണ്? there always exists a gap between required performance level and the capacity of an individual. Management must fill this gap to provide an opportunity for the improvement. ഇപ്പോ നമുക്കറിയാം, there is always a gap between the required performance level and capacity of an individual. അതായത് ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിക്കും ആ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട ആ ഒരു പെർഫോമൻസ് ലെവലും തമ്മിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അത് ശരിയല്ലേ? ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് നല്ല കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കും, നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. പക്ഷെ അവരുടെ ഫുൾ കപ്പാസിറ്റിയിൽ ഒരുപക്ഷെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു പെർഫോമൻസ് ലെവലിലേക്ക് എത്തിപ്പെടാനും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയും അവർക്ക് എത്തിപ്പെടേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ലെവലും തമ്മിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതൊരു ഡ്രോബാക്ക് ആണ്, അതൊരു ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതെങ്ങനെ ഫില്ല് ചെയ്യണം? ടു പ്രൊവൈഡ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ്. അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് അവരുടെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും പൊട്ടൻഷ്യൽ പെർഫോമൻസിലേക്ക് എത്തിപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ അവസരങ്ങളും എന്ത് ചെയ്യണം? അവർക്ക് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പല ട്രെയിനിങ്ങും കോച്ചിങ്ങും മെന്ററിങ്ങും ലീഡർഷിപ്പും ഒക്കെ കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇൻ എ വർക്ക് സിറ്റുവേഷൻ ഗ്രോത്ത് ഇൻവോൾവ്സ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ്.
development can seldom take place in a completely peaceful atmosphere. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് cannot take place in a peaceful atmosphere. ഒരിക്കലും ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നടക്കില്ല. എന്ന് പറഞ്ഞാല് ഗ്രോത്തും ഡെവലപ്മെന്റും സാധ്യമാവണമെങ്കിൽ അതിനകത്ത് സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെയിൻ ഉണ്ടായിരിക്കണം, പേഴ്സണൽ എഫർട്ട്, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും സാധ്യമാവുള്ളൂ. അല്ലാണ്ട് ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിഞ്ഞാല് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു ഗ്രോത്തോ ഡെവലപ്മെന്റോ ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഗ്രോത്തും ഡെവലപ്മെന്റും സാധിക്കണമെങ്കിൽ അവിടെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? സ്ട്രെസ് വരും, സ്ട്രെയിൻ വരും, പേഴ്സണൽ എഫർട്ട് വരും, ടെൻഷൻസ് വരും. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാകുന്നത്. ആണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ വർക്ക് സിറ്റുവേഷൻ, ഗ്രോത്ത് ഇൻവോൾവ്സ് stresses and strain. Development can seldom take place in a completely peaceful atmosphere. Seldom എന്ന് പറഞ്ഞ നെഗറ്റീവ് മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് cannot take place in a peaceful atmosphere കേട്ടോ. സമാധാനപരമായിട്ട് അന്തരീക്ഷത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയുടെ ഗ്രോത്തോ ഡെവലപ്മെന്റോ സാധ്യമാവില്ല. അതിനകത്ത് അത്യാവശ്യം സ്ട്രെസ്സും സ്ട്രെയിനും ചാലഞ്ചസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ കേട്ടോ. പിന്നെ ആറാമത്തെ പോയിന്റ് നോക്കിയേ, an executive requires development throughout his work life and his professional career. Thus, management development is a never-ending activity. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ് ആണ്. അതെന്തല്ല, ഒരു വൺ ടൈം ഇവന്റ് അല്ല. പിന്നെന്താണ്? അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ, ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആണ് എന്ത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്, ട്രെയിനിങ് ആണ് ജോബ് ഓറിയന്റഡ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തും പ്രൊഫഷണൽ ഗ്രോത്തും എല്ലാം ഉൾപ്പെടുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെവൻത് പോയിന്റ് എന്താണ്? ഗ്രോത്ത് cannot occur without involvement and participation. അല്ലെ, ഗ്രോത്ത് cannot occur without involvement and participation. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഗ്രോത്ത് സാധ്യമാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വല് അത് കുറെ കൂടെ എന്തായിരിക്കണം? ഇൻവോൾവ്ഡ് ആയിരിക്കണം. അവരുടെ പ്രവർത്തനങ്ങളിൽ കുറെ കൂടെ അവര് എന്തായിരിക്കണം? ഇൻവോൾവ്ഡ് ആയിരിക്കണം. അതുപോലെ അവർ എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് വളരെ കുറെ കൂടെ ആക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? അവരെ കൊണ്ട് സാധ്യമാകും. ക്ലിയർ ആയോ പറഞ്ഞത്? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണെന്നും മാനേജ്മെന്റ് ഡെവലപ്മെന്റിനെ സംബന്ധിക്കുന്ന ചില അസെൻഷ്യൽ ആയിട്ടുള്ള കൺസേൺസുകളാണ് നമ്മൾ അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഓർത്തുവെക്കാം, പല പേഴ്സണൽ വാല്യൂബിൾസും ഒരു വ്യക്തിയുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽസ് അവരുടെ ഡ്രോബാക്സുകൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ശരിയായ രീതിയിൽ അഡ്രസ് ചെയ്യണം, അഭിമുഖീകരിക്കണം. അതിന് ഇന്ന് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ, ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഇത്തരം ഡ്രോബാക്സുകൾ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നേടിയെടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിന് പുറമെ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത്, ആ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിക്കും അവർക്ക് എത്തിപ്പെടാവുന്ന ആ ലെവൽ ഓഫ് പെർഫോമൻസ് തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള അവസരങ്ങൾ ഇതുണ്ടായിരിക്കണം, ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് cannot take place in a peaceful atmosphere. ഒരിക്കലും നടക്കില്ല. ഇറ്റ് ഇൻവോൾവ്സ് സ്ട്രെസ്സസ്, സ്ട്രെയിൻസ്, ചാലഞ്ചസ് ആൻഡ് പേഴ്സണൽ എഫർട്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് ഓൺഗോയിങ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ഇവന്റ്. ഓക്കെ, ഗ്രോത്ത് cannot occur without involvement and participation. അല്ലെ, ഗ്രോത്ത് നടക്കണമെങ്കിൽ there should be a complete involvement and participation is required. ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റും പാർട്ടിസിപ്പേഷനും അവിടെ ആവശ്യമാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. കുറച്ച് സുഖമൊന്നുമില്ല, കേട്ടിരിക്കാൻ രസമുള്ള കാര്യങ്ങളൊന്നും അല്ല, അങ്ങനത്തെ പോർഷൻ ആണ് കേട്ടോ. അടുത്തതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് is a corporate management tool that helps managers observe and analyze employees' work. Underline ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇനി അടുത്തത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അല്ലെ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒരു മാനേജർമാർക്കും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഗവേണിംഗ് ബോഡീസിലൊക്കെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്കും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ്, അല്ലെ, അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനുമായിട്ട് സഹായിക്കുന്ന ഒരു മാനേജ്മെന്റ് ടൂളാണ് ഇത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പറയാം, പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ദാറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ടു ഒബ്സർവ് ആൻഡ് അനലൈസ് ദ എംപ്ലോയീസ് വർക്ക്. അതായത് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന്റെ വർക്ക് എന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസ്, അല്ലെ, അവരുടെ പെർഫോമൻസ് ഒബ്സർവ് ചെയ്യാനും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനും മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? അവർ ലക്ഷ്യമിടുന്ന കാര്യം നോക്കിയേ. പെർഫോമൻസ് മാനേജ്മെന്റ് എയിം is to create an environment where the people can perform to the best of their abilities to produce the highest quality work most efficiently and effectively. അതായത് ഒരു എംപ്ലോയീസിന് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഹൈയസ്റ്റ് ക്വാളിറ്റി വർക്ക്, അവർക്ക് കൊടുക്കുന്ന ആ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ജോലിയാണെന്ന് ഇരിക്കട്ടെ, സ്പെസിഫിക് ടാസ്ക്, അത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടും അവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി, അവരുടെ മാക്സിമം എബിലിറ്റി, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ക്ലിയർ ആയി പറയുന്നത്? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്താം. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നത് എന്താണ്? അതായത് ഒരു വ്യക്തിയുടെ വികാസത്തിലും അവരുടെ പെരുമാറ്റത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നത്. പെർഫോമൻസ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ജോലി എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും ചെയ്യുന്നതിനായിട്ട് അവരുടെ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റീസിൽ മാക്സിമം പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. അപ്പൊ അത് രണ്ടും കൂടി പഠിക്കുമ്പോൾ ജസ്റ്റ് അതിന്റെ ആ ഒരു എയിം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത നോക്കുക. എ ഫോർമൽ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം enables managers and employees to see the eye to eye about expectations, goals and career progress, along with how an individual's work aligns with the company's overall vision. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പെർഫോമൻസ് ആണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെ? അതായത് ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസ്, അവർ എത്രത്തോളം നന്നായിട്ട് ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഫോർമൽ ആയിട്ടുള്ള പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് മാനേജേഴ്സിന് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ഈ പറയുന്ന ഓർഗനൈസേഷന്റെ എക്സ്പെക്ടേഷൻസ്, പിന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള്, പിന്നെ ഇവരുടെ സ്വന്തമായിട്ടുള്ള കരിയർ പ്രോഗ്രസ്സുകളൊക്കെ നേരിട്ട് നോക്കി കാണാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. കാര്യം അതിലൂടെ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിന് അസസ് ചെയ്യാൻ പറ്റും. ഇനി എംപ്ലോയീസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു അവസരം അതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, എന്തൊക്കെ പ്രതീക്ഷകൾ, ഏതൊരു കമ്പനി ആയാലും ഒരു ഓർഗനൈസേഷൻ ആയാലും അവർക്ക് അവരുടേതായ വിഷൻ ആൻഡ് മിഷൻസ് ഉണ്ടായിരിക്കും, അവരുടേതായ ഗോൾസ് ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണ്? പിന്നെ അവരുടെ കരിയർ പ്രോഗ്രസ്, അല്ലെ? ഇതെല്ലാം തന്നെ അവർക്ക് നേരിട്ട് നോക്കി കാണാനായിട്ട് സഹായിക്കുന്നുണ്ട്, അല്ലെ? ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, along with how an individual's work aligns with the company's overall vision. അത് മാത്രമല്ല, ഒരു എംപ്ലോയിയുടെ വർക്ക് അത് ആ ഒരു കമ്പനിയുടെ കാഴ്ചപ്പാടുകളുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവർ ആ ഒരു കമ്പനിയുടെ എത്തിക്സിനനുസരിച്ച് തന്നെയാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവർ പെർഫോം ചെയ്യുന്നത്, അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാടുകളുമായിട്ട് അവരുടെ വർക്ക് ഒത്തുപോകുന്നുണ്ടോ? അതൊക്കെ നമുക്ക് അസസ് ചെയ്യാനും മനസ്സിലാക്കാനും നേരിട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്?
Generally, performance management views the individuals in the context of the broader workplace system. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു വ്യക്തിനെ അവരുടെ ജോലി സംവിധാനത്തിലാണ് അവരെ അസസ് ചെയ്ത് നോക്കുന്നത്. ജോലി സംവിധാനം എന്ന് വെച്ചാൽ അവരെ ആ ഒരു ജോലി എത്രത്തോളം നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ അസസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ? മനസ്സിലായോ? പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയേ ഉള്ളൂ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് അവരുടെ കീഴിലുള്ള ഈ പറയുന്ന എംപ്ലോയീസിന്റെ വർക്ക് അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അവരെ സഹായിക്കുന്ന ഒരു ടൂളാണ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ മാനേജേഴ്സിന് മാത്രമല്ല എംപ്ലോയീസിനും അവർക്ക് അവരെ സ്വയം വിലയിരുത്താനും അതുപോലെ ഓർഗനൈസേഷന്റെ എന്താ പറയാ അവരുടെ വിഷൻ ആൻഡ് മിഷൻ, അവരുടെ എക്സ്പെക്ടേഷൻസ് അതൊക്കെ നേരിട്ട് നോക്കി കാണാൻ സാധിക്കും. അതുപോലെ ഒരു എംപ്ലോയിയുടെ വർക്ക് അത് ഈ പറയുന്ന കമ്പനിയുടെ കാഴ്ചപ്പാടുകളുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് അത് മനസ്സിലാക്കാനും പെർഫോമൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, കൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് കേട്ടോ. ഇനി ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. കൺസെപ്റ്റ് ഒക്കെ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോക്കാനുണ്ട്, ലക്ഷ്യങ്ങൾ നോക്കാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ആ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. As a communication system, it is designed to assist employees in succeed. It not just requires direction from the end of managers and supervisors, but also requires active involvement of the employees. അതൊക്കെ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യമാണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇത് ശരിക്കും പറഞ്ഞാല് എംപ്ലോയീസിനെ സക്സസ് ആക്കാനായിട്ടാണ്. അതായത് ഒരു എംപ്ലോയീസിനെ ഏറ്റവും നല്ല രീതിയിൽ സക്സീഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് ടൂള് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതിന് മാനേജേഴ്സിന്റെ സൂപ്പർവൈസറിൽ നിന്ന് മാത്രമുള്ള നിർദ്ദേശങ്ങളോട് മാത്രം കാര്യമില്ല. പിന്നെ എന്ത് വേണം? എന്താണ്, ബട്ട് ആൾസോ റിക്വയർ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്, എംപ്ലോയീസിന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എംപ്ലോയ്മെന്റ്സിന്റെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതിനും കൂടെ സ്വയം വിചാരിക്കണം അല്ലെ. താനും മറ്റുള്ളവർ ഡയറക്ട് ചെയ്യുന്നു, ആ ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ അത് നമ്മൾ സ്വയം വിചാരിക്കണം അല്ലെ. അവിടെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് മേക്ക് ഷുവർ ദാറ്റ് എംപ്ലോയീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ദയർ കീ ജോബ് ഫങ്ഷൻസ്, aware of the performance level expected, get continuous feedback on their performance, have opportunities for training and development, and get rating on their performance and reward them on in just and fair manner. ഓക്കെ, അതായത് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്, അവരുടെ എംപ്ലോയീസിന്റെ എന്തൊക്കെ കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്? ഒന്ന് എന്താണ്? എംപ്ലോയീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ദെയർ കീ ജോബ് ഫങ്ഷൻസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ഓരോ എംപ്ലോയീസിനും അവരുടെ ആ ഒരു ജോലി അവരുടെ ആ ഒരു ജോലി പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അവർക്ക് വേണ്ടത്ര അറിവുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഏതൊരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ ആ ജോബ് റോൾ എന്താന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യം ഉണ്ടാവും. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ജോലിയുടെ എത്തിക്സും സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്വയം അറിവുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എംപ്ലോയീസിന് അവർക്ക് അവരുടെ ജോലി പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടെന്നും അതുപോലെ തന്നെ അവയർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ എക്സ്പെക്ടഡ്, അതായത് അവരുടെ ആ ഒരു പെർഫോമൻസ് ലെവലിനെ പറ്റി അവര് ബോധവാന്മാരാണെന്നും അതുപോലെ ഗെറ്റ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഓൺ ദയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും ആൻഡ് ദേ ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് സ്വയം എന്താണ് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ടെന്നും അതുപോലെ ഗെറ്റ് റേറ്റിംഗ് ഓൺ ദയർ പെർഫോമൻസ് ആൻഡ് റിവാർഡ് ദയർ, അവരുടെ പെർഫോമൻസിന് അവർക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള ആ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു റെക്കഗ്നീഷൻ ലഭിക്കുന്നുണ്ട്. അതും ഒരു ഫെയർ മാനറിൽ, അവർ ഡിസർവ് ചെയ്യുന്ന ഒരു മാനറിൽ അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം അതുപോലെ തന്നെ ഒരു റെക്കഗ്നീഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പാക്കുന്നുണ്ട് പെർഫോമൻസ് മാനേജ്മെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അസസ് ചെയ്ത് മാത്രമല്ലാന്ന്
പിന്നെ എന്തും കൂടിയാണ് ഒരു വ്യക്തിക്ക് അവരുടെ ജോലിയെ പറ്റി അറിവുണ്ടെന്നും ആ ജോലിയുടെ അവരുടെ പെർഫോമൻസുകളിൽ എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ടെന്നും അതുപോലെ അവരുടെ പെർഫോമൻസിന് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെന്നും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ ട്രെയിനിങ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്നും പിന്നെ അവരുടെ പെർഫോമൻസിന് ശരിയായ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതും എന്ത് തന്നെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ നമുക്ക് നോക്കാം, ലക്ഷ്യങ്ങൾ നോക്കാം കേട്ടോ. The main objective of performance management is to ensure that the organization as a system and its subsystems work together in an integrated fashion for attaining optimal result or outcomes. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ പറഞ്ഞത് ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഒരു സിസ്റ്റമായിട്ടും അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് റിസോഴ്സുകൾ സബ് സിസ്റ്റമായിട്ടും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എവരിവൺ എന്താണ് വർക്ക്സ് ടുഗെദർ ടുവേഴ്സ് ദ കോമൺ ഒബ്ജക്റ്റീവ്സ് അല്ലെ. അതായത് പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എല്ലാവരും എന്താണ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ഓർഗനൈസേഷൻ കമ്പനി ആണെങ്കിൽ എവരിവൺ വർക്ക്സ് ടുഗെദർ എന്തിനു വേണ്ടിയിട്ടാണ്? എവരിവൺ വർക്ക്സ് ടുഗെദർ ഇൻ ആൻ ഇന്റഗ്രേറ്റഡ് ഫാഷൻ കേട്ടോ. എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് എന്ത് ചെയ്യണം? ടുവേഴ്സ് എന്താണ് ഫോർ ദ കോമൺ ഒബ്ജക്റ്റീവ്സ് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നതാണ് എന്ത് പെർഫോമൻസ് മാനേജ്മെന്റിലൂടെ ലക്ഷ്യമിടുന്ന ഒരു കാര്യം കേട്ടോ. ഇനി മറ്റു പല ഒബ്ജക്റ്റീവ്സുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. ഒന്നാമത്തെ നോക്കി, to enable the employees towards achievement of superior standards of work performance. അതായത് ഒരു എംപ്ലോയീസിന് അല്ലെ ഈ പറയുന്ന ജീവനക്കാർക്ക് അവരുടെ പെർഫോമൻസ് ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു അല്ലെ. അത് മറ്റൊരു ലക്ഷ്യമാണ് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ് ടു എനേബിൾ ദ എംപ്ലോയീസ് ടുവേഴ്സ് അച്ചീവ്മെന്റ് ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് പെർഫോമൻസ്. ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് അല്ലെങ്കിൽ അവരതിനെ നേടിയെടുക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? പെർഫോമൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദർ എബിലിറ്റീസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഹയർ സ്റ്റാൻഡേർഡിൽ തന്നെ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നത് എന്താണ്? പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ടു ഹെൽപ്പ് ദ എംപ്ലോയീസ് ഇൻ റെക്കഗ്നൈസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽസ് നെസസറി ഫോർ പെർഫോമിംഗ് ദ ജോബ് എഫിഷ്യന്റ്ലി ആൻഡ് ദിസ് വുഡ് ഗൈഡ് ദെയർ ഫോക്കസ് ടുവേഴ്സ് പെർഫോമിംഗ് ദ റൈറ്റ് ടാസ്ക് ഇൻ ദ റൈറ്റ് വേ. അതായത് എംപ്ലോയീസിന് ഒരു പ്രത്യേക ജോലി അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ജോലി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഒക്കെ നേടിയെടുക്കാൻ അവർ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിലൂടെ ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ചെയ്യുന്നതിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്നുണ്ട് അല്ലെ. പെർഫോമൻസ് മാനേജ്മെന്റ് കുറെ കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ റെസ്പോൺസിബിൾ ആക്കുകയാണ് അല്ലെ. എന്നുവെച്ചാൽ ആ ഒരു ജോലി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്കില്ലും നോളജും വേണം എന്നത് നേടിയെടുക്കാൻ അവർ സഹായിക്കുന്നുണ്ട്. കുറെ കൂടെ എന്താണ് ജോബ് ഫോക്കസ്ഡ് ആയിട്ട് ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ജോബിൽ കൂടുതൽ അവരെ ഫോക്കസ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? പെർഫോമൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കി, enhancing the performance of the employees by encouraging employee empowerment motivation and implementation of an effective reward mechanism. അതിനു പുറമെ എംപ്ലോയീസിന് നല്ല മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു പ്രതിഫല സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ മാക്സിമം എൻകറേജ് ചെയ്യാം. അതിലൂടെ അവരുടെ പെർഫോമൻസിനെ എന്ത് ചെയ്യാം? എൻഹാൻസ് ചെയ്യാം അല്ലെ. അവർക്ക് എന്ത് കൊടുക്കണം? എംപ്ലോയീസ് എന്തെങ്കിലും നല്ല പെർഫോമൻസ് ചെയ്യുമ്പോൾ അവരെ അപ്രൈസ് ചെയ്യണം അല്ലെ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതുപോലെ അവർക്ക് അതിനനുസരിച്ച് ഡിസർവിംഗ് ആയിട്ടുള്ള റിവാർഡും അവർക്ക് കൊടുക്കണം. എങ്കിലല്ലേ അവർക്ക് നന്നായിട്ട് ചെയ്യാനും കുറെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. അതിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഓർഗനൈസേഷന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതന്നെയാണ് അവിടെ പറയുന്നത്, എംപ്ലോയീസിന് നല്ല മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് നല്ല പ്രതിഫല സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്, അവരെ എൻകറേജ് ചെയ്യാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അതിലൂടെ എന്ത് ചെയ്യാം? അവരുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാം. ഓക്കെ, അടുത്തത് എന്താണ്? പ്രൊമോട്ടിംഗ് എ ടു-വേ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ
between the supervisors and the employees for clarifying expectations about the roles and accountabilities, discussing the functional organizational goals. അതുപോലെ തന്നെ ഈ പറയുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനും ഇടയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ, അവർക്കിടയിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഓർഗനൈസേഷന്റെ എക്സ്പെക്ടേഷൻസ്, അതുപോലെ എംപ്ലോയീസിന്റെ റോൾസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ ലഭിക്കാനുള്ള ഡിസ്കഷൻസുകൾ നടത്താം. മനസ്സിലായോ? അതായത് ഈ പറയുന്ന മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ് ആരെ റെപ്രസെന്റ് ചെയ്യണേ? ഓർഗനൈസേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്കും ഈ പറയുന്ന അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അവരുടെ ഇടയിൽ നല്ലൊരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതിലൂടെ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അവരെ അറിയിക്കുക. അതുപോലെ തന്നെ അവരുടെ, അതായത് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതിനെ പറ്റി എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ ഡിസ്കഷൻസുകളൊക്കെ നടത്താം. ഓക്കെ, പിന്നെ എന്താണ് ഓഫറിംഗ് റെഗുലർ ആൻഡ് ട്രാൻസ്പെറന്റ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവിംഗ് എംപ്ലോയി പെർഫോമൻസ് ആൻഡ് കണ്ടിന്യൂസ് കോച്ചിങ് കേട്ടോ. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ പെർഫോമൻസും കൂട്ടുന്നതിനായിട്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക, കണ്ടിന്യൂസ് കോച്ചിങ് ഒക്കെ കൊടുത്തുകൊണ്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ കൂടുതൽ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്താം അല്ലെ. അപ്പൊ അവരുടെ എന്തെങ്കിലും പെർഫോമൻസ് വരുമ്പോൾ അപ്പൊ തന്നെ അവർക്ക് എന്ത് കൊടുക്കാം, ഇമീഡിയറ്റ് ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അവർക്ക് കണ്ടിന്യൂസ് കോച്ചിങ് കൊടുക്കാം. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം അല്ലെ, മെച്ചപ്പെടുത്താം. പിന്നെന്താണ് ഐഡന്റിഫൈങ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് പെർഫോമൻസ് ആൻഡ് ഓവർകമ്മിങ് ദോസ് ബാരിയേഴ്സ് ത്രൂ കോൺസ്റ്റന്റ് മോണിറ്ററിംഗ്, കോച്ചിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസ് അല്ലെ. അതുപോലെ തന്നെ ഒരു ഇഫക്റ്റീവ് പെർഫോമൻസിന് തടസ്സം നിൽക്കുന്ന ബാരിയേഴ്സുകൾ എന്തൊക്കെയാണ്, തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് അത്തരം ബാരിയേഴ്സിനെ ഓവർകം ചെയ്യുന്നതിനായിട്ട് എന്താണ് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, കോച്ചിങ് ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസിലൂടെ നമുക്ക് അത്തരത്തിലുള്ള ബാരിയറുകളെ എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാം കേട്ടോ. അതായത് ഒരാളുടെ പെർഫോമൻസിനെ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെ ബാരിയേഴ്സുകൾ ഉണ്ടോ, ചിലപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള പല ബാരിയേഴ്സ് ഉണ്ടാവും, ഇനി മറ്റു പല പുറത്തു നിന്നുള്ള ബാരിയേഴ്സ് ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിന് കോൺസ്റ്റന്റ് മോണിറ്ററിംഗിലൂടെയും കോച്ചിങ്ങിലൂടെയും അതുപോലെ ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസുകളൊക്കെ നടത്തിയിട്ട് ഇത്തരം ബാരിയറുകളെ എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാം. ഓക്കെ, അടുത്തത് എന്താണ്, ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ വാരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ്, succession planning, പ്രൊമോഷൻസ് ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഒരു ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കായിട്ട് നല്ലൊരു സ്ട്രാറ്റജിക് പ്ലാനുകൾ തയ്യാറാക്കുക കേട്ടോ. ഒരു ഓർഗനൈസേഷന്റെ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻസിന്റെ പുറകില് എന്ത് വേണം, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് വേണം അല്ലെ. വളരെ നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം. ആ ഒരു പ്ലാനിങ്ങിന്റെ പുറത്താണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നത് അല്ലെ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചത് ഏറ്റവും നന്നായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നല്ലതായിരിക്കും അല്ലെ. ആ അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനങ്ങളുടെ പുറത്താണ് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ നല്ല തീരുമാനങ്ങൾ എടുക്കണം. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് പുറകില് നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ, നല്ലൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരം പ്ലാനിങ്ങിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെയുള്ള പ്ലാനിങ്ങുകളെ സ്ട്രാറ്റജിക് പ്ലാനിങ് വെച്ച് തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടായിരിക്കണം, അതിനെ പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ തന്നെ പെർഫോമൻസിനനുസരിച്ചുള്ള പേയ്മെന്റുകളും കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് ഇതാണ് promoting personal growth and advancement in the career of the employees by helping them in obtaining the desired knowledge and skills. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലുകളും ഒക്കെ അവർക്ക് നേടിയെടുത്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ഗ്രോത്തിനെയും അഡ്വാൻസ്മെന്റിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അതായത് ഒരു ഇൻഡിവിജ്വൽസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഒക്കെ അവർക്ക് നേടിക്കൊടുക്കുക. അതിലൂടെ അവരുടെ പേഴ്സണൽ ഗ്രോത്തിനെയും അതുപോലെ അവരുടെ കരിയർ അഡ്വാൻസ്മെന്റിനെയൊക്കെ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. ഇത്രയുമാണ് പേഴ്സണൽ മാനേജ്മെന്റ് പെർഫോമൻസ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ കേട്ടോ. അതായത് ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുവരാം. അതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ മാം. പറഞ്ഞു. അതായത് എനിക്ക് ഇന്ന് ഒരു ഡൗട്ട് ചോദിക്കാൻ, അതിപ്പോ കോഴ്സ് കഴിഞ്ഞിട്ട് HR ഫാക്കൽറ്റി ആയിട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ? അതൊന്നും പറയാൻ പറ്റുമോ അതിന്റെ കാര്യങ്ങള്?
കിട്ടും കേട്ടോ. എങ്ങനെയാണ് കേട്ടില്ല? കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതെ ഞാൻ നമ്മുടെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസിൽ HR അസിസ്റ്റന്റ് അതാണോ ഈ ഫാക്കൽറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ഒരു ഡൗട്ട്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മാം പറഞ്ഞു തരും കേട്ടോ. അതിനെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിഷ മാം എടുക്കുന്നുണ്ടല്ലോ, നിഷ മാമിനോട് ചോദിക്കാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ എന്നാ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു.